വൺ ഓഫ് ദ ബെസ്റ്റ് ബാക്ക് വർക്കൗട്ടാണ് പുള്ളപ്പ്. ഞാൻ ചെയ്ത് കളിക്ക് കുറേ കാര്യം എനിക്ക് ആ പോസിംഗ് സെഷനിൽ നിന്ന് പഠിക്കാൻ പറ്റി. നമ്മൾ ചവറ് പോലെ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. വിടുമോ അറിയില്ല, പക്ഷെ വലിക്കാൻ കഴിയണില്ല. ബ്രീത്ത് ഉണ്ട്. ഓ കുഴപ്പമില്ല. അതാ വരും. അത് ഞാനിപ്പോൾ അങ്ങനെ പഠിച്ച് ശീലിച്ചല്ല, അത് തന്നെ നമ്മൾ അടിച്ചടിച്ച് ശീലിച്ചാന്ന് പറയില്ലേ, അങ്ങനെ തന്നെ വന്നതാണ്. We'll get some good pump, then we'll go and pose and take some videos and take some photos and we'll end up. Hello everyone, so welcome to another video. അപ്പോൾ ഈ ഒരു വ്ളോഗ് കുറച്ച് അടിപൊളി വ്ളോഗ് ചെയ്യാം. കാരണം കുറേ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മളെ ആദർശം വർക്കൗട്ട് ചെയ്യാൻ, പ്രത്യേകിച്ച് ബാക്ക് വർക്കൗട്ട്. എല്ലാവർക്കും അറിയാം ആദർശിൻ്റെ ബാക്ക് അത്യാവശ്യം നല്ല രീതിക്ക് സ്ട്രോങ് ആണ്. അപ്പം ഓൻ്റെ ബാക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നല്ല ആഗ്രഹം ഉണ്ടായി നമുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മൾ വർക്കൗട്ടിൻ്റെ ചെറിയ ബ്രീഫ് കൊടുത്തോ. ബെൻഡോറിൽ സ്റ്റാർട്ട് ചെയ്യാം. ലാറ്റ് പുൾ ഡൗൺ, പിന്നെ ഡംബൽ സിംഗിൾ ആം റോ, പിന്നെ അത് കഴിഞ്ഞിട്ട് സീറ്റഡ് റോ. സീറ്റഡ് റോയ്ക്ക് ശേഷം റാക്ക് പുള്ള്. നമ്മൾ ഫിനിഷറായിട്ട് പുള്ളപ്സ് അടിച്ചിട്ട് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോവർ ബാക്കും ലാറ്റ്സും അപ്പർ ബാക്കും ഒക്കെ പാട് ലോഡാവും. അപ്പോൾ ഇടയ്ക്ക് വല്ല ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞുതരും. എന്തായാലും വ്ളോഗ് കണ്ടു നോക്കാം, അടിപൊളി കാരണം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. നമ്മൾ വാർപ്പ് ചെയ്തു. ശരിക്കും ലോവർ ബാക്ക് ആദ്യം ശരിക്കും വാർപ്പ് ചെയ്തു. കാരണം നമ്മൾ ഈ ലാറ്റ്സിൻ്റെ ഈ വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല രീതിക്ക് ലോവർ ബാക്കിന് സ്ട്രെയിൻ വരും, പ്രത്യേകിച്ച് ബെൻഡോറൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ കാറ്റ് കോ പോസ് ചെയ്തു, കോബ്രസ്റ്റ് ചെയ്തു, അതുപോലെ ചൈൽഡ് പോസ് ചെയ്തു. അങ്ങനെ കുറേ ലോവർ ബാക്കിന് കുറച്ച് സ്ട്രെച്ചസ് ചെയ്തിട്ടാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് ചെയ്യാതെ ആരും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. നമുക്ക് മുന്നേ പറ്റിയ മിസ്റ്റേക്കാണ്. ഇപ്പം നമ്മൾ തിരുത്തി സെറ്റാക്കിയാണ്. എന്നാലും അത് ചെയ്തു. ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു, സെക്കൻഡ് സെറ്റ് കഴിഞ്ഞു, നമ്മൾ തേർഡ് സെറ്റാണ്. അപ്പോൾ ഇതാണ് ശരിക്കും വർക്കിംഗ് സെറ്റ്. നമ്മൾ വാം സെറ്റാണ് ചെയ്തത്. ഇപ്പോൾ വർക്കിംഗ് സെറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും അടിക്കല്ലേ, അടിക്കാം. ബെൻഡോറോ ഞാൻ ചെയ്യാത്ത വർക്കൗട്ടാണ് ഇതിപ്പോൾ ചെയ്യാത്ത. അത് ഞാൻ മുന്നേ ചെയ്തിനി, പിന്നെ ഞാൻ എന്ത് ചെയ്തു, ലോവർ ബാക്ക് സ്ട്രെയിൻ വരാനായിട്ട് അത് പ്രോഗ്ലോഡ് ചെയ്യാൻ കയ്യിലാക്കാനായിട്ട് അപ്പോൾ സീറ്റ് ഞാൻ നോർമൽ ചെയ്യാൻ എന്താ പറയുമോ, ചെസ്റ്റ് സപ്പോർട്ടർ ഉണ്ടല്ലോ, ഒന്ന് ടി ബാർ അല്ലെങ്കിൽ മറ്റേ മെഷീന് അതിലേതെങ്കിലും എടുത്താണ്ട് റോ ചെയ്യും. കാരണം അതെല്ലാം ഈ വെയിറ്റ് ലോഡ് ചെയ്യാൻ കഴിയും, ലോവർ ബാക്ക് സ്ട്രെയിൻ വരില്ല. പക്ഷേ ഇത് ശരിക്കും ചെയ്യണം. നമുക്ക് ആ ലോവർ ബാക്ക് ഇതുള്ളൂ, സ്ട്രോങ് ആവുള്ളൂ. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, നമ്മൾ വേറെ വർക്കൗട്ടിലേക്ക് പോകാറുള്ളൂ. നല്ലതാ. ഓക്കെ, എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഫസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. ഇതാണ് ഏറ്റവും ബെസ്റ്റ് വർക്കൗട്ട് എന്ന് പറയാം. വർക്കൗട്ടും അതുപോലെ നല്ല എനർജി ആവശ്യമില്ല ഇതിലാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. യെസ്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 30 40. അശ്വൻ ഓക്കെ. പിന്നെ ബാക്ക് ഉണ്ടല്ലോ, ആർക്കാറുണ്ട്. പറയാതെ ഇങ്ങനെ അർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ബാക്കിനെ സ്ട്രെയിൻ വരുന്നില്ല കാര്യം. പക്ഷെ ഇപ്പോൾ നമ്മളെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണുണ്ടോന്ന രീതിയിൽ നമ്മൾ മെയിനായിട്ട് നോക്കില്ല. അപ്പോൾ എനിക്ക് വലിയ സീനില്ല അങ്ങനെ അടിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അത് നോക്കണ്ട. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കാരണം അതാണ്, അതായത് ലോവർ ബാക്ക് അധികം ഫസ്റ്റ് നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് ലോവർ ബാക്ക് ശരിക്ക് വാം ചെയ്യാനുള്ള കാര്യം. കാരണം ഇത് ചെയ്യുമ്പോൾ കണ്ടു ലോവർ ബാക്കിന് സ്ട്രെയിൻ വരും. അപ്പം ശരിക്കും വാം ചെയ്ത് കണ്ട് ചെയ്യുക. പിന്നെ ഗ്രാജുവലി നിങ്ങൾ വെയിറ്റ് കൂട്ടി കൊണ്ടുപോയിക്കാരം. പെട്ടെന്ന് പോയിക്കാണ്ട് എന്തായാലും ഓവറായി വെയിറ്റ് എടുക്കില്ല. അപ്പം ആ ഓവറായി ഗ്രാജുവലി കൂട്ടുമ്പോൾ അതിന് സ്റ്റാൻഡിൽ ലോവർ ബാക്കും സ്ട്രെങ്ത് ആയി വരുന്നുണ്ടാവും. അത് തരണം. ഇനിയിപ്പോൾ എൻ്റെ മെയിനായിട്ട് മൂന്നാമത്തെ വർക്കിംഗ് സെറ്റാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു സെറ്റ് കൂടെ ഉള്ളൂ. എന്തായാലും ഇതിനകത്തൊരു വെയിറ്റ് കൂട്ടാം, ഒരു 10 to 12 ഇടയിൽ അതും ഫെയിലിയർ ആവുന്നതായാലും. പക്ഷെ എന്നാലും 15 അടിക്കാൻ നോക്കാം. ഞാൻ ഇപ്പോൾ ഈ വെയിറ്റ് ചെയ്യണോ അതോ കുറക്കണോ? ഒന്ന് കുറക്കണോ? അപ്പോൾ എങ്ങനെ പോവാ, ജസ്റ്റ് ഒരു അടിച്ചു നോക്ക്. അടിച്ചു നോക്കാം. കഴിഞ്ഞ സെറ്റിൽ നമുക്ക് ഒരു 10-12 റെപ്സ് വരെ പോയി. നോക്കി നോക്ക്. ഈസി.
Okay. 5, 6, 7, easy. 8. 10. Okay. ഓ കിട്ടി. അപ്പോൾ 8-12 ചുമന്ന പൈസയൊക്കെ 8-12 ഫെയർ തന്നെ ഇരിക്കാൻ നമ്മൾ അടിക്കല്. അപ്പോൾ അത് കിട്ടുന്നുണ്ട് കറക്റ്റാ. അപ്പോൾ ഈ വെയിറ്റ് എനിക്ക് അടിച്ചിട്ട് മതിയോ? ഇത് തന്നെ എന്ത് ചെയ്യണേ? എന്ത് കൂട്ടുണ്ടോ കുറക്കുണ്ടോ? നമുക്ക് ഈ വെയിറ്റ് തന്നെ അടിക്കാം. അതിനടിക്കല്ലേ ഈ വെയിറ്റ് തന്നെ അടിക്കാം. അല്ലെങ്കിലേ ഒന്നും പുഷ് ചെയ്തോ? അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു പ്രോപ്പർ സെറ്റ് കിട്ടില്ല. ഒന്നും പുഷ് ചെയ്തോ? റെപ്സ് ഒന്ന് മാക്സിമം പുഷ് ചെയ്തോ? തൊണ്ടൊക്കെ ട്രൈ ചെയ്യും. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ മുന്നേ ഒരു പോസിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടായിന്. അതിലുള്ള എനർജി മൊത്തം നമ്മൾ കുറേ വേസ്റ്റ് ചെയ്തിരിക്കണം. കുറേ കാര്യം എനിക്ക് ആ പോസിങ് സെഷനിൽ നിന്ന് പഠിക്കാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിക്കാണ്ട് അത് മിസ്റ്റേക്കാണുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. അത് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ തന്നെയാണ്. എനിക്കിപ്പോഴും കുറേ കാര്യങ്ങൾ ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട്. അതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പം അങ്ങനെ ഗ്രാജുവലി പഠിച്ച് വരും ഓരോ കാര്യങ്ങൾ. അങ്ങനെ തന്നെ ഗ്രോ ചെയ്യാം. ഓ യെസ് ലാസ്റ്റ് സെറ്റില്ലേ? ഓക്കെ ലാസ്റ്റ് കഴിച്ചു. ലാസ്റ്റ് സെറ്റ് ഇവൻ ഡ്രോപ്പ് അടിക്കാൻ നിൽക്കുന്നില്ല. ഇവ ലാസ്റ്റ് സെറ്റിന് മാക്സിമം കൊടുത്താൽ നമ്മൾ ഫിനിഷ് ചെയ്യും. അല്ലേ നമ്മൾ മാക്സിമം 10 reps വരെ നമ്മൾ മെയിനായിട്ട് പ്രോപ്പർ ഫോമിൽ അടിക്കാൻ നോക്കും. പിന്നെ അതൊരു ആർച്ച് വരുവാണെങ്കിൽ എൻ്റെ ഫെയിലിയർ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് അങ്ങനെ നമുക്കിപ്പോൾ എന്ത് അടിക്കുകയാണെങ്കിലും അത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി അല്ലേ? അതെ, നമ്മൾ ചെയ്തുകൊണ്ട് അത് നമുക്ക് വർക്കാവുണ്ട് നോക്കിയിട്ട് നമുക്ക് ഇതാക്കാം. അല്ലാതെ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് അത് വർക്കാവുന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് വർക്കാവുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഡ്രോപ്പ് ഇറ്റ് അടിയാം. യെസ് പോട്ടെ. യെസ് 8 അയ്യോ 9 യെസ് പോട്ടെ. 10 പോട്ടെ. കിട്ടി. മാക്സിമം ലാസ്റ്റ് പോട്ടെ. റൗണ്ടായി തുടങ്ങി അത് തന്നെ. ഓക്കെ, ശരിക്കും പൊളിഞ്ഞില്ലേ? ഓക്കെ സെറ്റാകും. പക്ഷേ ബാക്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇല്ല, പ്രശ്നമൊന്നുമില്ല. അല്ല എനിക്കിപ്പോൾ ലോവർ ബാക്ക് പെയിൻ ഇല്ല. നമ്മൾ ലോവർ ബാക്ക് ഓവറായിക്കാണ്ട് ഇങ്ങനെ ഈ ടിൽറ്റ് ഉണ്ടല്ലോ, ഒരു ഓവറായി കൊടുക്കും. ആ ടിൽറ്റ് ഓവറായി കൊടുക്കുമ്പോൾ ഇപ്പം പെയിൻ വരും. പഠിക്കുമ്പോൾ നോർമലായിക്കാണ് നിന്നാണ്ട് ഒരു ന്യൂട്രൽ പൊസിഷനിൽ വെച്ചാണ്ട് നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് അധികം ലോവർ ബാക്ക് സ്ട്രെയിൻ വരുന്നില്ല. അത്യാവശ്യം സ്ട്രോങ് ആയിക്കാണ്ട് ഒരു ലോവർ ബാക്ക് ആണെങ്കിൽ സ്ട്രെയിൻ വരില്ല. അതെ, നമ്മൾ ഓവറായിക്കാണ്ട് ഇങ്ങനെ ഇതായിക്കാണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടാണ്ടാക്കുമ്പോൾ അപ്പോൾ ചിലപ്പോൾ സ്ട്രെയിൻ വരും. ലാസ്റ്റ് സെറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ സെറ്റ്. ഇതിലാണ് നമ്മൾ മാക്സിമം എഫേർട്ട്, മാക്സിമം എനർജി. ഓക്കെ, ഈസി. ഓ ഈസി. 9 10 12 പാർഷ്യൽ അടിക്കാൻ നോക്ക്. ഓക്കെ, ഈസി. ഓക്കെ, കുഴപ്പമില്ല. പൊളി. ഈസി. ഓക്കെ, പിന്നെ ഫുള്ളായില്ലേ? മിന്നി ചെറുതായിട്ട് മിന്നി. വർക്കൗട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മളെടുത്ത വെയിറ്റ് നമ്മളെ ഊരിയാക്കണം. അപ്പോൾ അതൊരു വർക്കൗട്ടായി കൂട്ടല്ലേ നമുക്ക്. അടുത്ത വർക്കൗട്ട് കാണാം. നമ്മൾ അടുത്ത വർക്കൗട്ട് ലാറ്റ് പുൾ ഡൗൺ, ബേസിക് ആൻഡ് നോർമൽ ലാറ്റ് പുൾ ഡൗൺ. ഡ്രോപ്പാണ്. എത്ര സെറ്റ് ഉണ്ട്? സെറ്റ് 4 സെറ്റ്. നാലാമത്തെ ഡ്രോപ്പ്. ഓക്കെ, വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യില്ല. അങ്ങനെ വെയിറ്റ് ഇപ്പം അവിടെ ആയില്ലേ? അപ്പോൾ ഇട്ട് നോക്കാം. അത് ഞാൻ നോർമലി 60 ഒക്കെ പോയല്ലോ. എൻ്റെ ബോഡി ആയിട്ട് ഇപ്പോൾ 63 ഞാൻ അത്രയും പോലില്ല. ഇപ്പം അത്രയും പോലില്ല. ഇപ്പം എന്തായാലും ഇവിടത്തേക്ക് അടിച്ച് നോക്കണം. അതൊക്കെ കുഴപ്പമില്ല. ഒരു ഇപ്പോൾ കുഴപ്പമില്ല. ഇത് ഇവിടെ 45 പോകുന്നുണ്ടാവും. 5 വെച്ചാണോ? 45 പോകും. 45. ആ പോ അല്ലേ? 45 സ്റ്റാർട്ടിങ് 45. എടുത്തോ. ഓക്കെ, അപ്പോൾ ഓന് ട്രിപ്പിലാണ്. നമുക്ക് അങ്ങനെ ട്രിപ്പൊന്നുമില്ല, ബൾക്കിങ്ങിലാണ്. അപ്പോൾ കുറച്ച് പുഷ് ചെയ്ത് ഹെവി ആയിക്കാണ്ട് ബൾക്കിങ്. അത് ജാൻറ്റിക്സ്. 5 6 അയ്യോ ഇവിടെ 7 yes
ഓക്കെ 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 കുഴപ്പമില്ല. പക്ഷെ ഇവിടുത്തെ വെയിറ്റിംഗ് ഡിഫറൻസ് ഉണ്ട്. ഞങ്ങളവിടെ 5 വെച്ചാൽ ഇവിടെ ഡെയിലി 45 കഴിഞ്ഞ് നേരെ 52, അത് കഴിഞ്ഞ് 60, പിന്നെ 67, 7 കിലോ സംതിങ് ഡിഫറൻസ് ഉണ്ട്. അതാണ് ഞാൻ ഫസ്റ്റിന് 37 ഇട്ടത്. കാര്യം കൂട്ടുമ്പോൾ കറക്റ്റ് പ്രോപ്പർ ഒരു 8 പോകാൻ പറ്റിയില്ലെങ്കിൽ വെറുതെ ആയില്ലേ. 7 പൊളി 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 പോട്ടെ. 8 9 പോട്ടെ 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 പോകുമ്പോൾ 10 1 പോട്ടെ 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 പോകുമ്പോൾ സപ്പോർട്ട് ചെയ്യാം. പോട്ടെ മതിയാ. അതെന്താ നിർത്തി? അത് വാമപ്പായിട്ട് കൂട്ടിയോളൂ. വാമപ്പ് ചെയ്യാണ്ട് കൂട്ടിയല്ല, പിന്നെ ഇതേപോലെ 4 സെറ്റിങ് പോവില്ല. അതാണ് ഞാൻ ഇവിടെ വെയിറ്റ്. ഇല്ലേ ഫുള്ള് റിലീസ് ചെയ്യണം. അങ്ങനെ കൈ ഇങ്ങനെ റിലീസ് ആക്കുന്നതിന് പകരം ജസ്റ്റ് ലാറ്റ്സ് മാത്രം മാക്സിമം റിലീസാക്കി ചെറിയൊരു ബെൻഡ് വെച്ച് അടിച്ച് നോക്കുക. എനിക്ക് വർക്കാവുന്നുണ്ട്. അല്ല, അങ്ങനെ ശരിക്കും ചെയ്യേണ്ടി. ശരിയാണ്, അങ്ങനെ ചെയ്ത് നോക്കുക. അതായത് ഈ ഇതുണ്ടല്ലോ, ഇത് പാടില്ല. ഇതെപ്പോൾ ഇങ്ങനെ വെച്ചാണ്ട് ലാറ്റ്സ് മാത്രം വലിച്ചാൽ മതി. ഈ ഫുള്ള് ഷോൾഡർ ഇപ്പം ഇങ്ങനെ റിട്രാക്ട് ചെയ്ത് തന്നെ വെക്കണം. എന്നിട്ട് റിട്രാക്ട് ചെയ്ത് കണ്ട് വലിക്കണം. ഇങ്ങനെ കൊടുക്കാതെ അത് തന്നെ. എനിക്ക് നോട്ട് ദ പോയിന്റ്. അതായത് ലാസ്റ്റ് സെറ്റ് കാണിക്കാം. സെറ്റ് കഴിഞ്ഞു, ഇനി 3 സെറ്റ് അടിക്കാണ്ട് 3-ാം സെറ്റ് നമ്മൾ ടോപ്പ് സെറ്റ് ചെയ്യാനും അത് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഗൈസ് ലാസ്റ്റ് സെറ്റാണ്. ലാസ്റ്റ് സെറ്റ് ടോപ്പ് സെറ്റ് അല്ലേ? എനിക്ക് ഇടാൻ അറിയാൻ പാടില്ല. ആദ്യം ഒരു ഇടണം ഒരു സപ്പോർട്ടല്ലേ എങ്ങനെ വേണമെന്ന് അറിയോ? ലിഫ്റ്റിംഗ് സ്ട്രാപ്പ് എന്നതിൻ്റെ പേര്. നമ്മളെ ലാസ്റ്റ് സെറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ 4 ആംസ് നമുക്ക് അധികം വന്നു വരും. ഞാൻ കുറേ നേരം ബാക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 4 ആം ടൈറ്റ് ആയിക്കാണ്ട് ബാക്കിന് ഇട്ടതിന് മുന്നേ ഇപ്പം 4 ആം നമ്മൾ ലീവ് ചെയ്യും. ഇനി പിടിക്കും. ഓക്കെ, അപ്പോൾ അത് വരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്. ഇതല്ല, എനിക്ക് കുറച്ചുകൂടി ഇപ്പുറേക്ക് നിൽക്കണം. കുറച്ചുകൂടി ഇപ്പുറേക്ക് നിൽക്കണം. ഇതാണ് എൻ്റെ ഇതാണ് എൻ്റെ അടിക്കണ സ്ഥലം. എന്നാൽ നമുക്ക് നീക്കാം. ഞാൻ ഈ വെയിറ്റ് 60 തന്നെയാണ്. യെസ്, ഓക്കെ ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ, സപ്പോർട്ടാണ്. ഓക്കെ ഓക്കെ യെസ്. 1 അയ്യോ 2 അയ്യോ ടെൻഷൻ എപ്പോഴും ഉണ്ടോ. 3 അയ്യോ 4 അയ്യോ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. യെസ് 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 പുഷ് 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 Left, push 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 push. Okay, drop. അത് നേരെ ഇപ്പാക്കല്ലേ? അത്ര വേണ്ട. 45. ഓക്കെ ഓക്കെ. 8. ഓക്കെ 30. അവിടെ 7. 8. ചുമോ അവിടെ ഇവിടെ ഇങ്ങോട്ട് ഇവിടെ വേലായിട്ട് ഇവിടെ ഇവിടെ ഓക്കെ. ഇങ്ങോട്ട് രണ്ടോടി ഓക്കെ. ഇതാണ് ഡ്രോപ്പ് സെറ്റ് അല്ലേ? അപ്പോൾ മാക്സിമം വെയിറ്റ് ഇട്ട് വെയിറ്റ് കുറച്ച് പിന്നെ വെയിറ്റ് കുറച്ച് മാക്സിമം ചെറിയ വെയിറ്റ് ഇട്ടാണ്ട് അതുപോലും ചെയ്യാതെ ആവാതെ രീതിക്കായിട്ട് സ്റ്റോപ്പ് ചെയ്ത്. ഇതാണ് സാധനം. ദിസ് ഈസ് ദ വിഡ്ത്ത്. ഓക്കെ അടിയാ. ഇതാണ്ട് 4 ആംസ് ടൈറ്റ് ചെയ്തോ? ടൈറ്റ് ചെയ്യണോ? അല്ലല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. ഒരു തരി ഒന്നല്ല ആണ്. മറ്റേ ഇപ്പോൾ ഈ ഒന്ന് മറ്റേ എന്തായാലും എന്തായാലും ഒന്ന് ഉണ്ടാവും. മറ്റേത് ഉറപ്പായിട്ടും 4 ആം കിട്ടും.
അങ്ങനെ ജസ്റ്റ് നമ്മുടെ ഈ ബ്രേക്കൽസില്ലേ ഇറക്കം അങ്ങാട് ശരിക്കും വരും. ലാസ്റ്റ് സെറ്റിൽ നമുക്ക് ആ ഒരു 4 ആംസ് വരാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഫസ്റ്റ് സെറ്റ് പോയിക്കാൻ ഒരു ആവശ്യമില്ലാതെ എടുത്താണ്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ തൊണ്ട ഡ്രൈ ആയി, ശരിക്കും ഡ്രൈ, വെള്ളം ഇരിക്കും. ഓക്കെ 6 7 ഈസി ഇത് ഓക്കെ 9 പോട്ടെ 12 പോണേ 12 ഒരെണ്ണം കുഴപ്പമില്ല 2 റൗണ്ട് പോണത്തരാം പോട്ടെ. ഓക്കെ ഈസി ലാസ്റ്റ് ഓക്കെ മാക്സിമം പുള്ളി. ഓക്കെ എത്ര ചോറക്കണം? 40. എനിക്ക് 37 ആണ്. 37 ഓക്കെ പോട്ടെ ഓക്കെ 2 റൗണ്ട് പാർശ്ശേരി. ഓക്കെ 20 ഓക്കെ 7 ഈസി 8 9 പോട്ടെ 10 ഒരു 2 റൗണ്ട് പാർശ്ശേരി നോക്കും പോട്ടെ 1 2 പോകുമ്പോൾ 10 എന്തായാലും പോകും. അടിക്കാൻ പറ്റും അത്രേ ഉള്ളൂ. വാ 5 എണ്ണം അടിച്ച് ഫിനിഷ്. 1 2 3 4 ഓക്കെ പോട്ടെ ഈസി. വയ്യ സെറ്റ്. ലാസ്റ്റിക്ക് വിടുമ്പോൾ അറിയില്ല, പക്ഷെ വലിക്കാൻ കഴിയണില്ല. ബ്രീത്ത് ഉണ്ട്. കുഴപ്പമില്ല. എനിക്കതാ പ്രശ്നം. ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇടയ്ക്ക് ലാസ്റ്റ് നമുക്ക് പറ്റാത്ത ചെയ്യില്ലേ, ബ്രീത്ത് ഹോൾഡ് ചെയ്ത് അടിക്കല്. അപ്പോൾ അടിച്ച് കഴിയുമ്പോൾ ജേക്ക് ബെയിൽ ഉണ്ടല്ലോ നമ്മളെ പുതിയ കോച്ച്, എനിക്ക് പറഞ്ഞതാണ് ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ വെച്ചാണ്ട് നമ്മളെ കപ്പാസിറ്റി കുറയും. അതുപോലെ തന്നെ വേറെ കുറേ ഇഷ്യൂസ് ഉണ്ടാവും. അതിന് മാറ്റണം. ഞാനത് ശീലിച്ചതിൻ്റെ ഒരു ഇതാണ്. നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യാം, മാക്സിമം ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതുപോലെ ബ്രീത്ത് ഇന്നും ചെയ്യണം. പക്ഷെ ആ ഒരു സംഭവം എനിക്ക് ലെഗ് അടിക്കുമ്പോൾ ഗുണമായിട്ടാണ്. കാരണം നമ്മൾ ലെഗ് അടിക്കുമ്പോൾ സ്പോട്ടൊക്കെ ചെയ്യുമ്പോൾ ഹോൾഡ് ചെയ്ത് അണ്ടർ വാട്ടർ ടെക്നിക്കില്ലേ, അതാ അത് ഞാനിപ്പോൾ അങ്ങനെ പഠിച്ച് ശീലിച്ചല്ല, അത് തന്നെ നമ്മൾ അടിച്ചടിച്ച് ശീലിച്ചാന്ന് അറിയില്ലേ, അങ്ങനെ തന്നെ വന്നതാ. ഡെഡ് ലിഫ്റ്റ് ഒക്കെ അങ്ങനെ തന്നെ. അതെ ഡെഡ് ലിഫ്റ്റിലും അത് ബ്രേസ് ചെയ്യാം. അതന്നെ വളരെ ഇമ്പോർട്ടൻ്റാ. ചില കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇതാണെങ്കിൽ അത് മറ്റേല് ഓക്കെ ആയിരിക്കും. ഡംബൽ റോ അല്ലേ? യെസ്, ഇന്നത്തെ ഏറ്റവും ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്. എത്ര സെറ്റിനാണ് വേണ്ടത്? അതിനോട് വെയിറ്റ് 10 12 15 ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈസിയാന്ന് വിചാരിക്കണ്ടല്ലേ. സെറ്റ് 6 സെറ്റാണ്. 6 സെറ്റ്. റപ്പ് എത്രയാണെന്ന് അറിയാം? റപ്പ് എത്ര? 20 റപ്പോ? ഞാൻ ലീ കളിക്ക്. ഇതാണ് ഇപ്പോൾ ഏറ്റവും ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്. അപ്പൊ തന്നെ എങ്ങനെയാണ് അതായത് എങ്ങനെ അടിക്കല് കാണിച്ചു. അപ്പോൾ ഡിഫറെൻ്റ് ആൾക്കാർ ഡിഫറെൻറ്റ് തരത്തിലേക്കാണ് അടിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മളങ്ങനെ അടിക്കൽ പറഞ്ഞില്ല. ഒരു പുട്ടി കയറ്റി വെക്കും, ഒരു കൈ ഇവിടെ വെക്കും, ഇത് ഫുൾ സ്ട്രെച്ച്. ഇത് വലിക്കുമ്പോൾ നമ്മളെ ആ ഒരു ഹിപ്സുമ്മക്ക് വലിക്കും, ഫുള്ള് വിടും, ഹിപ്സുമ്മക്ക് വലിക്കുക. അത് കൈ ഒരു 90 ഡിഗ്രി പിന്നെ ഇരിക്കും. അത് നമുക്ക് കൈ കൊണ്ട് വലിക്കല്ല, മാക്സിമം ലാസ് ഉപയോഗിച്ച് തന്നെ വലിക്കാൻ നോക്കാം. അതെ, പക്ഷെ ഞാൻ അടിക്കല് ഈ രീതിയിലല്ല, എൻ്റെ വ്യത്യാസമുണ്ട്. നോക്കാം. പ്ലേസ്മെന്റ് ഒക്കെ ഓക്കെയാണ് ഏകദേശം. പക്ഷെ എൻ്റെ വരുമ്പോഴേക്കും ഈ ഒരു ലെഗ് ഉണ്ടല്ലോ, ലെഗിന്റെ സ്ട്രെയിറ്റിലേക്ക് ഞാൻ അടിക്കല്. ഓക്കെ, അതെൻ്റെ ഒരു കാൽക്കുലേഷനാണ്. കറക്റ്റായിട്ട് എനിക്കൊരു അതെ എൻ്റെ മസിൽ കണക്ഷൻ ആ ഒരു രീതിയിൽ അടിക്കുമ്പോഴാണ്. പിന്നെ ഒരിക്കലും എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ വെറുതെ അടിച്ചിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇടണേ. പക്ഷെ അങ്ങനെയല്ല, അതിനകത്ത് നെഗറ്റീവാണ്. നെഗറ്റീവാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് സ്ട്രെയിറ്റ് താഴത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് വിട്ട് കൊടുക്കുകയല്ലോ. ലാറ്റ്സാണ് വിടല്, കൈയല്ല. അപ്പോൾ ഓക്കെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അടിക്കുമ്പോഴായിരിക്കും കിട്ടല്. അപ്പോൾ നമുക്ക് കിട്ടണമെന്ന് നോക്കിയാൽ മതി അല്ലേ? യെസ് യെസ്.
തുടങ്ങാം. അപ്പം ഞാൻ അടിച്ച് ശീലിച്ച് റൈറ്റ് കയ്യിലാണ് ഫസ്റ്റ്. അങ്ങനെ അടിച്ചാലേ ഒരു അതന്നെ ആ ഒരു സാധനം കിട്ടുള്ളൂ, സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ യെസ്. ടു 3 12 30 40 15 16 അയ്യോ 7 80 എൻ്റെ മേ. 90 ആ ഓക്കെ ലാസ്റ്റ്. അയ്യോ ഓ ഭയങ്കര ഞാൻ ചെയ്യാം. ഞാൻ എൻ്റെ വീക്ക് ഇതാ. അപ്പോൾ അതെ വീക്കാ അത് സ്റ്റാർട്ട് ചെയ്യാം. ഇത് എൻ്റെ ലെഫ്റ്റാണ് വീക്ക് എനിക്ക്. അതായത് ആ സെയിം റെപ്സ് കിട്ടാത്തത് ലെഫ്റ്റിലാണ്. അപ്പോൾ ലെഫ്റ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഞാൻ ജസ്റ്റ് എനിക്കങ്ങനെ വീക്ക് രീതിയിലല്ല ഞാൻ റൈറ്റ് അടിച്ച്. എനിക്ക് ജസ്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ റൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ശീലിച്ചതിൻ്റെ ഒരു എല്ലാവരും സ്റ്റാർട്ടിങ് വലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അതായത് എന്ത് ചെയ്യുമ്പോഴും. ഇടത്തിന് ശരിക്കും എനിക്ക് ചിലവർക്ക് വലതേ കയറാം, ചിലവർക്ക് ഇടതേ കയറാം, സ്ട്രെങ്ത് കുറവുണ്ടാവും. അപ്പോൾ കുറവിൽ ഫസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് എനർജി ചെയ്യുമ്പോൾ കൊടുക്കാൻ കഴിയും. അതെ. പിന്നെ റൈറ്റ് എന്തായാലും സ്ട്രോങ് ആണ്, എന്തായാലും നമുക്ക് കിട്ടണ ഇത് നമുക്ക് എന്തായാലും കിട്ടും. എനിക്ക് ബാക്കിൽ അങ്ങനെ ഒരു സൈഡും വീക്കായിട്ടില്ല, അങ്ങനെയല്ല. ഒരു ലെഫ്റ്റ് റൈറ്റ് ഇൻബാലൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൊടുക്കുന്നതെന്നുള്ളൂ. അപ്പം ഇങ്ങനെ ഇൻബാലൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഇൻബാലൻസ് ഉള്ള സൈഡ് ആദ്യം അടിക്കാം. ഈസി. ഓട്ടെ. 4 5 ഓക്കെ. 3 6 ഓക്കെ. പോട്ടെ. 7 8 പോട്ടെ. 9 10 ഈസി. 11 പോട്ടെ. 12 13 14 7 ഓക്കെ. പോട്ടെ. 9 10 11 12 പോട്ടെ. 13 14 പോട്ടെ. 15 ആ പൊളി പോട്ടെ. 16 17 18 19 20 ഓക്കെ. 20 ഓക്കെ. 15 റെപ്സ് അടിക്കുമല്ലോ പറഞ്ഞാൽ ഞാൻ നടക്കൂല. 20 റെപ്സ് ആണല്ലോ കഴിഞ്ഞാൽ അറിഞ്ഞില്ല. നമ്മൾ 20 റെപ്പ് കൺട്രോളിൽ അടിക്കുമ്പോൾ കുറച്ചുകൂടി കഷ്ടം. ചിലപ്പോൾ 10 കിലോ ഉള്ളൂ എന്ന് വിചാരിച്ച് കുറവാണെന്ന് വിചാരിക്കണ്ട. അതിപ്പോൾ ഇത്രയും വർക്കൗട്ട് അടിച്ചിട്ട് ഇപ്പോൾ ഹെവി അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ഫീലുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കാണാം, 6 സെറ്റ് അടിക്കാണ്ട്. അതെ, എല്ലാ സെറ്റും കഴിഞ്ഞിട്ട് കാണാം. വാ. സോ ഗൈസ്, നമ്മൾ 6 സെറ്റിൻ്റെ 1 hour ഡംബൽ റോ കഴിഞ്ഞു. നമ്മൾ ചെയ്യാൻ പോണത് കേബിൾ പുൾ ഓവറാണ്. കേബിൾ പുൾ ഓവർ നമ്മൾ ബാറിൽ ചെയ്യുന്നത്. എത്ര സെറ്റ് ഇട്ട്? അത് 4 സെറ്റാണ്, 15-ൻ്റെ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സെറ്റ് നമുക്ക് പുള്ളപ്സും കൂടെ അടിച്ച് ഫിനിഷ് ചെയ്യാം. സൂപ്പർ സെറ്റ് ആക്കണോ? വേണ്ട വേണ്ട, അത് ഫിനിഷറാ, അത് സെറ്റ് ആക്കണ്ട. അപ്പോൾ പുള്ളപ്പ് സാധാരണ ഫസ്റ്റ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇന്ന് നമ്മൾ പുള്ളപ്പ് ലാസ്റ്റ് ആയിട്ട് ഫിനിഷറായിട്ടാണ് കളിക്കാൻ പോണത്. അപ്പോൾ എന്തായാലും കളിച്ചു നോക്കല്ലേ? യെസ്. നോക്കണേ, ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോം പോണ സാധനമാണ്. കാശ് വൈഡാക്കും. വൈഡാ? ആ ഓക്കെ. അത്ര വൈഡാക്കണ്ട. ഓക്കെ ഓക്കെ. ഇനി പക്ഷെ ബാഗ് പോയിക്കോ. പോരാ പോരാ. മുട്ട് കണക്ക്. മുട്ട്
മുട്ടിഞ്ഞ് മടക്ക്. ഓക്കെ ആ ഓക്കെ കൂടി താഴ്ത്തിക്കോ. ഓക്കെ സ്ട്രെച്ച് ചെയ്തോ. ഇനി വലിക്കുമ്പോൾ ഉണ്ടല്ലോ ചെസ്റ്റ് പൊക്കിയിട്ട് ഷോൾഡർ താഴ്ത്തിയിട്ട് ഓക്കെ ബാർ ഇവിടെ ടച്ച് ചെയ്യണം. ഓക്കെ ഓ ഫ്രണ്ടിക്ക് തള്ളാൻ തള്ളൂല. ഓക്കെ അവിടെ അനങ്ങാൻ പാടില്ല. ഓക്കെ വെയിറ്റിന്റെ ഉപ്പൂറ്റി പൊങ്ങിപ്പോണ്ട് പൊങ്ങുണ്ട്. ആ പറഞ്ഞത് സ്റ്റേബിളായി നിൽക്കണം. ബോഡി സ്റ്റേബിളാക്കി വെച്ചിട്ട് ആ ഒരു മൂവ്മെന്റ് മാത്രം ആലേക്ക് ഇങ്ങനെ ജസ്റ്റ് എന്താണ് ഇങ്ങനെ വലിക്കുമ്പോഴാണ് അത് പൊങ്ങണത്. ഓക്കെ ബോഡി സ്റ്റേബിളാക്കി വെക്കും. ഞാൻ ജസ്റ്റ് വെയിറ്റ് കുറച്ച് ഓർക്കട്ടെ. എനിക്ക് കുറച്ച് ഷോക 20 ആയിക്കാണ് ചെയ്യുന്നത്. ആ വൈഡാക്കാം. ഓക്കെ ഓക്കെ ഫ്രണ്ട് കഴിഞ്ഞാൽ ചെസ്റ്റ് പൊക്കുക. ആ ചെസ്റ്റ് പൊക്കിയിട്ട് ഷോൾഡർ താഴ്ത്തിയിട്ട് ഓക്കെ ഓക്കെ നൈസാ. ഇവിടെ അയ്യോ വെരിഞ്ഞ് കുറക്കാണെങ്കിൽ വെയിറ്റ് കുറക്കേണ്ടി വരും. ഇവിടെ ഫ്രണ്ട് കഴിഞ്ഞ് ബാക്ക് കഴിഞ്ഞ് ഫ്രണ്ട് കഴിഞ്ഞാണെങ്കിൽ ഇനി കുറച്ചുകൂടി ഞങ്ങൾക്ക് ലാക്സ് ടൈറ്റ് ആവും. ഓക്കെ ആ അയ്യോ ജസ്റ്റ് പൊക്ക ഷോൾഡർ താഴ്ത്താം. ഓക്കെ ആ ഞാനൊരു ഹാഫ്. ഓക്കെ ഇതൊരു 12 എന്തായപ്പോൾ ഫെയിലിയറായി. അവരുണ്ട് കൊള്ളാട്ടാ. ഓക്കെ വീഡിയോനിടയ്ക്ക് ഞാൻ സോണോട്ടായി കുറച്ച് നേരം അത് ഞാൻ നോക്കണേ. സോ ഗൈസ് നമ്മൾ അവിടെ കേബിൾ പുള്ളോർ ചെയ്യായിരുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ മെഷീൻ ഉണ്ടെന്നുള്ള കാര്യം. പക്ഷേ ഇങ്ങനെയുള്ള മെഷീനിലെ കാര്യം നമുക്ക് ഓൾറെഡി അറിയായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഫുള്ള് മെഷീൻസ് ഒന്ന് ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ ഇത് ചെയ്ത് ഇതിലാകെ ഒരു മെഷീനൊക്കെ കിട്ടാത്തുള്ളൂ. ഇനി ആ സൂമോ സ്പോട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ അതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ കൊടുത്താൽ കിട്ടിയതിന് അതും കിട്ടി. അങ്ങനെ എല്ലാ മെഷീനും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കണം വിചാരിച്ചതിന്. പക്ഷേ നമ്മൾ മറന്നിട്ട് നമ്മൾ നേരെ കേബിൾ നമുക്ക് പോയിന്. എന്തായാലും വേറെ ഒരാൾ വന്നിട്ട് നമ്മളോട് ചെയ്ത് നോക്കാൻ പറഞ്ഞു. എന്തായാലും ചെയ്ത് നോക്കാം. വെയിറ്റ് ചെറിയ വെയിറ്റ് ഇട്ടാൽ മതിയാവും. കാരണം നല്ല ഫീൽ കിട്ടുന്ന മെഷീനാണ്. അത് വെയിറ്റില്ലാതെ ചെയ്താൽ നല്ല ഫീൽ ഉണ്ടായി. ചെറിയ വെയിറ്റ് ഇട്ടാൽ നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഈ സാധനം ഇതുവരെ അടിച്ചിട്ടില്ല. സെയിം അടിക്കുക എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. നോക്കട്ടെ. വെയിറ്റ് എവിടെയാ? എത്ര? 10. ഇത് മതിയാ? മതി. അപ്പോൾ 10 ഇട്ടാണ്. വേറെ സംഭവം ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ചവിട്ടുക ഫ്രണ്ടിലേക്ക് വന്ന് ഇവിടുന്ന് എന്ത് ചെയ്യുക? പിടിക്കുക. ടെക്നോളജിയാ ഇരിക്കുക. ഇതിന് വേണ്ടി വേണമെങ്കിൽ മറ്റേ ഇതൊക്കെ ഉണ്ട്, ബെൽറ്റൊക്കെ ഉണ്ട്. നമുക്ക് ബാലൻസ് അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ ബെൽറ്റ് ഇട്ടാണെങ്കിൽ നമുക്ക് അവിടെ ഇരുത്താൻ പറ്റും. നമ്മളെ തന്നെ പിടിച്ചേക്കാൻ പറ്റും. അപ്പോൾ ഇതാ ചെയ്യാം. നമുക്ക് പിടിച്ചു. നമ്മൾ ആ എൽബോസ് ഈ ഒരു പാഡുമ്മേ സപ്പോർട്ട് ചെയ്തു. ഇത് വിടുമ്പോൾ മാക്സിമം സ്ട്രെച്ച് കൊടുക്കുക. സ്ട്രെച്ച് കൊടുത്തിട്ട് താഴ്ത്തുമ്പോൾ മാക്സിമം സ്ക്വീസ് ചെയ്യാം. ഫുൾ സ്ട്രെച്ച്. ഓക്കെ സ്ക്വീസ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്കൊരു മൊമെൻ്റ് യൂസ് ചെയ്യാൻ കഴിയില്ല. ജസ്റ്റ് നമ്മൾ ആ ലാറ്റ്സ് മാത്രം ഉപയോഗിച്ചിട്ടേ കയറാം. പിന്നെ ബാലൻസിൻ്റെ ഇഷ്യൂ ഇല്ല. നമ്മൾ കേബിളിൽ ഇഷ്യൂ ഉണ്ടാവില്ല. ആ മറ്റേ ഇപ്പം പറഞ്ഞ് കാല് പൊങ്ങുന്നുണ്ട്. പക്ഷേ ആ കാല് പൊങ്ങുന്ന ഇഷ്യൂ നമുക്ക് ഇമുണ്ടാവില്ല. നമുക്ക് പക്ക ഫോക്കസിലേക്കാണ്ട് ലാറ്റ്സ് മാത്രം ഫീൽ ചെയ്യാം. ഇതധികം ജിമ്മിൽ ഇല്ലാത്ത മെഷീനാണ്. അവിടെ പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ? ഓ 10 ഉണ്ടാവും. റെപ്പണ്ണിയില്ല. ഓ ഓക്കെ. അയ്യോ ക്ലച്ച്. ഓക്കെ. ആ
ഇരിക്കുമ്പോഴും പറ്റും. വേറെ ബെനിഫിറ്റ് ഉണ്ട്. വേറെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മറ്റേ കേബിൾ വരുമ്പോൾ ട്രൈസുമൊക്കെ കൂടുതൽ പേർക്ക് വരും. അപ്പോൾ ആ ട്രൈസുമൊക്കെ വരുന്ന ഇഷ്യൂ കുറവാകും. കാരണം എൽബോ നമുക്ക് സപ്പോർട്ട് ആയതുകൊണ്ട് എൽബോ വെച്ചാണ് നമ്മൾ ഈ ഒരു മോന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മോന് മാത്രം വരുമ്പോൾ നമ്മൾ കൈ കൊണ്ട് വലിക്കണത് ഇല്ല, നമ്മൾ ട്രൈസുമൊക്കെ വരില്ല. എൻ്റെ എക്സ്പീരിയൻസ് നോക്കാം. അവരെ പോട്ടെ. ഓക്കെ. ആ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന സ്പീസാണ്. റിലീസ് ചെയ്യുമ്പോൾ എത്ര പോയാൽ പോരാ? റിലീസ് ചെയ്യുവാണെങ്കിൽ ഇഞ്ഞും പൊങ്ങാൻ പറ്റും. പോയല്ലോ. ഓക്കെ, നോക്കാം. പോട്ടെ. അയ്യോ ആ സ്പീസ്. ആ ഓക്കെ. ആ ഓക്കെ മതി. അടിപൊളിയല്ലേ? സൂപ്പർ. സീറ്റ് വേണമെങ്കിൽ ഒന്ന് പൊക്കുക. സീറ്റോ? എൻ്റെ ഇത് എൽബോ തട്ടുന്നില്ലല്ലോ. എൽബോ ഇല്ല, തട്ടുന്നില്ലല്ലോ. അപ്പം സീറ്റ് ഒന്ന് പൊക്കിയാൽ മതി. അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താണ്ട് എന്താ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് പുള്ളപ്പ് കഴിഞ്ഞിട്ട് വർക്കൗട്ട് ഫിനിഷ് ചെയ്യും. ഏകദേശം 2 സെറ്റായി. ഇനി 2 സെറ്റ് കൂടി. 2 സെറ്റ് വേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുള്ളപ്പ് അടിക്കാൻ പോകും. ഇത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ലാസ്റ്റ് സെറ്റ്. യെസ്. വെയിറ്റ് കൂട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഹാർഡർ ആൻഡ് ഹാർഡർ. ഇൻറ്റൻസിറ്റി കൂടി ഇപ്പോൾ. പിന്നെ വേറെ സംഭവമുണ്ട്. സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ്. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടാണ് ചെയ്യണത്. നല്ല രസം. നമുക്ക് എവിടെയും ആ ഒരു പെയിനും കാര്യങ്ങളൊന്നും ഇല്ല, പിടുത്തമില്ല, സ്ട്രെയിനില്ല, ഒന്നുമില്ല. സൂപ്പറായിട്ട് സുഖമായിട്ട് അടിക്കാം. പിന്നെ നമ്മളെ സപ്പോർട്ട്. യെസ്. ഓ ഈസി. 8 പോട്ടെ. 9 പോട്ടെ. ലാസ്റ്റ് 10 ഫിനിഷ്. ഓക്കെ. ഓ, എൻ്റെ എനർജിയൊക്കെ പോയിക്കണ് ഇത്ര അടിച്ചിട്ട്. ക്ലച്ച്. അതെ. ഓ ഞാനും മലപ്പുറം ഭാഷയിലേക്ക് ആയാലും സംസാരിച്ച് സീറ്റ് ബെൽറ്റ് ഊരി. എനിക്കുള്ളതാ. ഞാനിപ്പോൾ വേറെ ആൾക്കാർ സംസാരിച്ച് നമ്മളെ ഭാഷയ്ക്കാവും അതാണ് എവിടെ സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യണം. അതെ. എൻ്റെ ഫൈനൽ സെറ്റ്. യെസ്. ഓക്കെ. സീറ്റ് ബെൽറ്റ് ഇല്ല. എന്ത് സേഫ് ആവണ്ടേ? എന്തത് മറന്നുപോയി. ഇവിടെ പോയി ഇടിച്ചാലോ? അല്ലിറോക്സ് ഫലിതങ്ങൾ അവിടെ വരൂ. ആയുധമേ വരൂ. അവിടെ യെസ് പോട്ടെ. പുഷ്. അയ്യോ 1 2 അമ്മോ അച്ഛാ. പാസ്. ഓക്കെ. കണ്ണുണ്ടോ? താന്നില്ലേ? എന്താ അറിയോ, എനർജി ഉണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഈ ഒരു കണ്ണ് താഴ്ന്ന എനിക്ക് എനർജിയിൽ മാത്രമല്ല നല്ല ക്ഷീണം വരില്ല. എന്തെങ്കിലും ഇപ്പോൾ എനിക്ക് ചെറിയ തലവേന വന്നാലോ എന്തെങ്കിലും പനി വന്നാലോ അപ്പം എൻ്റെ കണ്ണ് താഴും. അപ്പം എന്നെ അറിയാൻ പറ്റും പെട്ടെന്ന്. വയ്യാണ്ടായ എന്നെ കണ്ടാലേ അറിയാൻ പറ്റും. ഒന്നാമത് കണ്ണൊക്കെ ഇപ്പോൾ അത്യാവശ്യം പ്രപ്പാണ്ട് നല്ല കുഴിഞ്ഞിരിക്കുക. അതിനപ്പോൾ കണ്ണൂടി താവുന്നില്ല. ഇനിയും താവും. താവും. ഇതിലും താഴും. പിന്നെ എനിക്കൊരു നല്ല തലവേന വന്നതിനല്ലേ ഈ കണ്ണ് ശരിക്കും അടഞ്ഞോണ പോലെയാവും. അങ്ങനത്തെ കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്ക് അസുഖം വന്നറിയാനുള്ള ട്രിക്സാണ്. നല്ലതാ. പിന്നെ ഈ ഒരു സാധനം ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിച്ചാണ്. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ പൊണ്ട് സാധനം ഉണ്ടല്ലേ? അത് ബർത്ത് മാർക്കാണെന്ന് പറയാം. അതെ.
അതിന് ഇത്ര ഉണ്ടായില്ല. ബോഡി ബിൽഡിങ്ങിൽ കുറച്ചൊരു ഡ്രോബാക്ക് കാര്യം, എനിക്കിപ്പോ ടാൻ ഇട്ടാലും ചെറുതായിട്ടൊരു ഇതുണ്ടാവും. ഇപ്പൊ ഞാൻ ഇന്റർനാഷണൽ ടാൻ ഇട്ടിട്ടില്ല. ഇപ്പൊ നമ്മള് ഐസിന് പോകുമ്പോ അവിടെ ടാൻ ഇട്ട് നോക്കണം, 2 കോട്ട ഉണ്ടല്ലോ. അപ്പൊ ഇവിടത്തെ മറ്റേ നമ്മള് തേക്കില്ലേ, ആ ടാൻ ഇട്ടപ്പോഴും എന്റെ മേത്ത് ചെറുതായിട്ട് കാണുമായിരുന്നു. ഗോൾഡൻ ടൈപ്പ് ഇടുമ്പോഴത്തേക്ക്, ബ്രോൺസ് ഗോൾഡ് മിക്സിലെ അത് ഇടുമ്പോഴത്തേക്ക് അത്ര സീനില്ല. അല്ലാതെ ബാക്കിയുള്ള ടാൻ ഇടുമ്പോഴത്തേക്കും കാണാൻ പറ്റും. പക്ഷെ അവിടെ മാത്രം ചെറിയൊരു ഡാർക്ക് ആയിട്ടിരിക്കും. കാരണം ഇപ്പൊ കുറച്ച് ഡ്രോബാക്കാ. എന്റെ ചെസ്റ്റിന്റെ ഷേപ്പ് കിട്ടിയേക്കണ ഷേപ്പ് നല്ല ഷേപ്പാ, ജെനറ്റിക്സ് കിട്ടിയേക്കണ ഈ ഒരു ഷേപ്പാ. ഇത് ഈ ഒരു ഗ്യാപ്പില്ല. ഗ്യാപ്പ് ഉണ്ടോ? ഓക്കെ. ആ ഗ്യാപ്പ് എനിക്കില്ല. ഇല്ല, നല്ല മുടി പെർഫെക്റ്റ് ആയിക്കാണ്ട് പ്രശ്നമൊന്നുമില്ല. അതുള്ളത് കൊണ്ടാണ്, അതിനും കൂടി ഒരു കാരണമാണ് ഞാനിപ്പോ ഈ ബിൽഡിംഗ് ഇറങ്ങാനുള്ള ഒരു അതൊക്കെ ഫസ്റ്റ് നമുക്ക് വെച്ചാണ്ട് ഹാപ്പി ആവാം. അത്രേ ഉള്ളൂ. ഇപ്പൊ അത്രേ ഉള്ളൂ. നേരത്തേക്ക് എനിക്ക് ഉണ്ടായിരുന്നു സംഭവം. ചെസ്റ്റിലില്ലേ എല്ലാവരും കളിയാക്കാം. അപ്പൊ ആ സമയത്ത് എനിക്ക് മാത്രം എന്തിങ്ങനെ ആ സാധനമൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോ അതെനിക്ക് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആ സൈഡ് അങ്ങനെയൊക്കെ വന്നു. ഇൻസെക്യൂരിറ്റി ആവുമല്ലോ സ്വാഭാവികം. പക്ഷെ എനിക്ക് കോംപ്ലക്സ് തോന്നും, എനിക്ക് മാത്രം എന്തിങ്ങനെ. അവസാനം അതെന്നെ കാരണം വേണ്ടി വന്നു ജിമ്മിലേക്ക് ജോയിൻ ചെയ്യാനും. ഞാൻ 10ാം ക്ലാസ്സിനൊക്കെ മുമ്പേ നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ വീട്ടിൽ നിന്ന് വിടില്ല. 10 കഴിഞ്ഞ എന്തെങ്കിലും കാണിച്ചോ ആ രീതിയിലാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കിടന്നൊക്കെ വർക്കൗട്ട് ചെയ്യും. അത്രയും പ്രാന്തായത് അതൊക്കെ കാരണം ഒന്ന് അതും, പിന്നെ കണ്ണൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ഇപ്പോഴത്തെ പിള്ളേരെ പോലെയല്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറച്ചുകൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ചുകൂടി ഒരു ആൾക്കാരടുത്ത് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ അത്യാവശ്യം ബോധമുണ്ട് ചെറിയ പിള്ളേർക്ക് വരെ. ആ സമയത്ത് അങ്ങനെയൊന്നുമില്ല. ആ സമയത്ത് വെച്ചാൽ കുറേ പണ്ടൊന്നുമല്ല, കുറച്ചാൾ മുമ്പ് വരെ, ഒരു 6, 7, 8 കൊല്ലം അതിന് മുമ്പ് വരെ. ആ സമയത്തൊക്കെ ഈ സാധനം കൊണ്ട് നമുക്ക് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും നല്ലതായിട്ട് എനിക്ക് തോന്നണേ. അങ്ങനെ ഉണ്ടായത് കൊണ്ടാണല്ലോ ഇപ്പം ഇതിലേക്ക് വന്നത്. എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കണത്. ഇപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില ആൾക്കാർക്ക്. അല്ലാതെ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന പോലത്തെ കളിയാക്കൽ, സ്കിന്നി, അത് ഇതൊക്കെ പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. എന്നാലും പക്ഷേ ഇത് എനിക്ക് കുറച്ച് പേഴ്സണലായിരുന്നു. സോ എല്ലാവർക്കും ഓരോ സ്റ്റോറീസ് ഉണ്ടാവും. അത് ഇതെൻ്റെ ആയിട്ട് കണക്കാക്കിയാൽ മതി. വർക്കൗട്ട് എന്തായാലും ഫിനിഷറായിട്ട് ലാസ്റ്റ് നമുക്ക് പുള്ളപ്പും കൂടെ അടിച്ച് ഫിനിഷ് ചെയ്യാം. അടിച്ചാൽ തീർന്നു. ഫുഡ് കഴിക്കണം. ബാക്കൊക്കെ നന്നായിട്ട് ലോഡായിക്കണം അല്ലേ? നല്ല ലോഡായി, നല്ല ടയേർഡായി. മെയിനായിട്ട് അത് നമുക്ക് കഴിച്ച കാപ്സൊക്കെ ഏകദേശം യൂസ് ആയിക്കണം. അതുകൊണ്ടാണ് ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നത്. സാധാരണ നല്ല റെഡ് ആയിക്കണം. ഫീൽ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും വെക്കലുണ്ട്, പക്ഷെ അതൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. എന്തായാലും തളരില്ല. ലാസ്റ്റ് വർക്കൗട്ട് തീർത്ത് നമ്മൾ ഫിനിഷ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് കണ്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ബട്ട് വി ആർ ഗോയിങ് ടു പുൾ അപ്സ്, finish our workout. After that we'll get some good pump, then we'll go and pose and take some videos and take some photos, and we'll end up wind up our workout session. Yes. Right? Am I right? Yeah. Left. We are right. മനസ്സിലായില്ലേ? ഞാനിപ്പാ സുഹൃത്തുക്കളെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ പുള്ളപ്സ് അടിച്ച് ഫിനിഷ് ചെയ്യാൻ പോവാം. ഇപ്പം ഇത്രയും ഹെവി ആയിട്ട് ചെയ്തുകൊണ്ട് എത്ര റെപ്പൊന്നും പോകുന്നുള്ള കാര്യമല്ല. അടിക്കണമെങ്കിൽ ക്ലീൻ ആയിട്ട് അടിക്കുന്നു. 5 എണ്ണമെങ്കിൽ 5 എണ്ണം അത്രേ ഉള്ളൂ. മതി. ഓക്കെ, യെസ്. 1 2 3 7 ഫെയിലിയർ. ഫെയിലായോ? 7ൽ ഫെയിലായി. 8 ഞാൻ എത്തിച്ച് നോക്കിയതാ. അപ്പോൾ സാധാരണ കുറേ പേര് ഇങ്ങനെ പിടിച്ചാൽ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ കടിക്കും അല്ലേ? ഇപ്പൊ ട്രെൻഡാണല്ലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അതായത് സെക്കൻഡ് 30 പുള്ളപ്പ്. അത് ഇങ്ങനെ പ്രോപ്പർ ഫോം എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മളെ സ്കാപ്പില റിട്രാക്ട് ചെയ്തിട്ട് ചെസ്റ്റ് പൊക്കിയിട്ട് ഫോൾഡ് ചെയ്യുക. ഫുൾ സ്ട്രെച്ച് ഹോൾഡ് ചെയ്യുക. ഫുൾ സ്ട്രെച്ച്. നമുക്ക് ആ ഒരു ടെൻഷൻ അവിടെ ഉണ്ടായിരിക്കണം. വൺ ഓഫ് ദ ബെസ്റ്റ് ബാക്ക് വർക്കൗട്ടാണ് പുള്ളപ്പ്. അത് വെറുതെ നമ്മൾ ചവർ പോലെ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല.
നമുക്ക് വെറുതെ പറയാമെന്നുള്ളൂ, നമുക്ക് ഇത്ര സെക്കൻഡിൽ ഇത്ര അടിച്ചു എന്നൊക്കെ പറയാമെന്നുള്ളൂ. പക്ഷെ പ്രോപ്പർ ഫോമിൽ അടിച്ചാലേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഓ ഓക്കെ യെസ് ബൈ. എത്രണ്ട് ഇനി ഇത് 4 സെറ്റ് ഉണ്ട് പോണത്രയും. ഇപ്പൊ ലാസ്റ്റ് സെറ്റ് 2-3 ആണെങ്കിലും ഓക്കെ, പ്രശ്നമില്ല. ഓക്കെ അപ്പോൾ 4 സെറ്റ് അടിക്കണ ക്ലീൻ ആയിട്ട് അത്രേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയി 4 സെറ്റ് അടിച്ചാണ് നമ്മൾ ഫിനിഷ് ചെയ്യാണ്. ഫിനിഷറല്ലേ? യെസ്. അപ്പോൾ വേണ്ടി നമ്മൾ പോസ്റ്റിംഗ് റൂം ഉണ്ട്. പോസ്റ്റിംഗ് റൂം പോയി കണ്ടാൽ നമുക്ക് കുപ്പായ വരാൻ പറ്റില്ല, ഇവിടുന്ന് കുപ്പായ വരാൻ പറ്റില്ല. അപ്പോൾ പോസ്റ്റിംഗ് റൂമിൽ വെച്ച് കാണാം. അതുവരെ ബൈ ബൈ. കഴിഞ്ഞു. അപ്പോൾ വർക്കൗട്ട് അടിപൊളിയായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ബാർബിൾ റോൾ സ്റ്റാർട്ട് ചെയ്തു. ബാർബിൾ റോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ലാറ്റ് പുൾ ഡൗൺ ചെയ്തു. ലാറ്റ് പുൾ ഡൗൺ ചെയ്തിട്ട് നമ്മൾ ഡംബൽ റോൾ ചെയ്തു. പിന്നെ കേബിൾ പുൾ ഓവർ ചെയ്തു. പക്ഷേ വേറൊരു പുൾ ഓവറിൻ്റെ വേരിയേഷൻ ട്രൈ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ പുള്ളപ്പൂന്ന് എടുക്കാണ്ട് വർക്കൗട്ട് ഫിനിഷ് ചെയ്തു. റാക്ക് പുള്ള് ചെയ്യും പറഞ്ഞതിന്, പക്ഷേ റാക്ക് പുള്ള് നമ്മൾ ചെയ്തില്ല. അത് ടൈം ഇല്ലാത്തതുകൊണ്ടും അതേപോലെ തന്നെ എനർജി ഇല്ലാത്തതുകൊണ്ടും ചെയ്യാൻ പറ്റിയില്ല. അത് ന്യൂ ലെഗാണ് പ്രോന അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ടാവും. പിന്നെ ലോവർ ബാക്ക് നമുക്ക് ഓൾറെഡി ഫസ്റ്റ് ബാർബിൾ ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒക്കെ മതി. അപ്പോൾ നമുക്ക് ഇനി വർക്കൗട്ട് കഴിഞ്ഞാൽ എന്തായാലും പോസ്റ്റ് വർക്കൗട്ട് ഫ്ലെക്സിങ് നിർബന്ധമാണ്. പമ്പൊക്കെ പോയിക്കണേ, കാരണം കാപ്സ് ഇല്ല മൊത്തം നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ മസിൽസിൽ പിന്നെ ആവശ്യത്തിന് കാപ്സ് ഇല്ലാത്തതുകൊണ്ട് മസിൽസിന് ഫുൾനെസ് ഉണ്ടാവില്ല. എന്നാലും ഇല്ല ഫുൾനെസ് വെച്ച് കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് മാൻഡറ്ററി ആയതുകൊണ്ട് നമ്മൾ പോസ് ചെയ്യാൻ പോവാണ്. അല്ല ഓക്കെ യെസ് ബാക്ക് കമോൺ. ഓക്കെ സോ പോസ് ചെയ്ത് നോക്കാം. എനിക്ക് ഫ്രെയിമില്ലേ കേട്ടോ, ഈ ഒരു ഫ്രെയിമേ എനിക്കില്ലേ. ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു ആൾക്ക് ഇത് വന്നില്ലേ ഇനി. സോ വി ആർ ഗെറ്റിംഗ് ബെറ്റർ. അപ്പോൾ ബാക്ക് പോസ് പിന്നെ നമ്മൾ ബാക്കാണ് കളിച്ച് ബാക്ക് പോസ് ചെയ്ത് നോക്കാം. ആദ്യം അത് കറക്റ്റായി വേണമെങ്കിൽ ഫ്രണ്ട് പോസ്റ്റ് പിടിച്ച് നോക്കാം. ഫ്രണ്ട് ഓഫീസേഴ്സ് പിന്നെ ബാക്ക് പോസ്റ്റ് പിടിക്കുമ്പോൾ കറക്റ്റായി നമുക്ക് കിട്ടുന്നുണ്ടോ മനസ്സിലാവും. ഓക്കെ ബാക്ക് യെസ്. അയ്യോ ഷോൾഡർ പമ്പില്ല, നമുക്ക് കുറേ ഇമ്പ്രൂവ് ചെയ്യാണ്ട് കുറേ ഷോൾഡേഴ്സ് ചെയ്യാനുണ്ട്. എന്തൊക്കെ എൻ്റെ കൂടി കണ്ട് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാമോ തോന്നണം. അപ്പർ ചെസ്റ്റ് ഓക്കെ അപ്പർ ചെസ്റ്റ് പിന്നെ റൈറ്റ് ഓക്കെ മതി. പിന്നെ ഹാംസ്ട്രിങ്സ് ട്രൈസ് കുഴപ്പമില്ല, ആവശ്യത്തിനുണ്ട്. അതായത് നമുക്ക് അതിൻ്റെ ഇത് വെച്ചാണ്ട് കാറ്റഗറി വെച്ചാണ്ട് എന്നാലും പ്രൈസും ഇമ്പ്രൂവ് ആയിക്കഴിഞ്ഞാൽ അത്രയും ബെറ്റർ. പിന്നെ കാഫാണ് നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നം. അയ്യോ കോച്ച് പിടിക്കുന്നുണ്ട്. അതെനിക്ക് അടിവയറ് നല്ല വേദനയുണ്ട്. ഉണ്ടോ? നല്ല വേദനയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ നേരം വന്നിട്ട് 4-4:30 വന്നാണ്. നല്ല ടയർഡായിട്ടുണ്ട്. ഇപ്പം കറൻ്റ് ടൈം ഇപ്പോൾ ഒരു 7:30 ഓ. സോ ഇത്രയും നേരം നമ്മൾ വർക്കൗട്ടും വീഡിയോ എടുക്കലും ഒക്കെ ആയാണ് കുറേ ലേറ്റായി. ഇപ്പോൾ ഫുഡ് ആവശ്യത്തിന് കയറിയിട്ടില്ല. അത് കയറാത്തതുകൊണ്ട് തന്നെ ബോഡി ഇങ്ങനെ പറയുന്നുണ്ട് ഫുഡ് വേണമെന്ന്. അപ്പോൾ നമ്മൾ എന്തായാലും നേരെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ആദർശിനപ്പോൾ വ്ളോഗ് സെറ്റായി, കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയിട്ട് അതാണ് മെയിൻ. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ stay tuned for next vlog. Okay bye bye. അടുത്ത ആളായിട്ട് വരും. അതെ